വിളിക്കേ, അവനെ വിളിക്കേ. എനിക്ക് സംസാരിക്കാനുണ്ട് അവനോട്. അവനിവിടെ ഇല്ല. എവിടെ പോയി? കളക്ടർ എന്താ ഇവിടെ? തന്നെ കാണാൻ. അല്ല എന്തിനാ? എന്താ വിശേഷം വല്ലതും ഉണ്ടോ? ഉള്ള ഒരു വിശേഷത്തിന് പരിഹാരം കാണാൻ നമ്മൾ തമ്മിലൊരു കരാറുണ്ടാക്കിയിരുന്നു. അതെപ്പം നടക്കുമെന്നറിയാനാ ഞാൻ വന്നത്. ആ കൊച്ചിനെ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ പൂജ എനിക്ക് വിട്ടുതരാന്നല്ലേ നമ്മൾ തമ്മിലുള്ള കരാറ്. അതിന് കൊച്ചിനെ തരണമെങ്കിൽ ആദ്യം അവള് പ്രസവിക്കണ്ടേ? അങ്ങനെ ഒരു നിർബന്ധമൊന്നും എനിക്കില്ല. ഏത് പരുവത്തിൽ അതിനെ കൈ കിട്ടിയാലും ഞാൻ അതിനെ കൊല്ലും. നിങ്ങളെന്തോന്നും പറയാത്ത? മുദ്രപത്രത്തിലൊന്നും എഴുതിയില്ലെങ്കിലും നമ്മൾ പരസ്പരം കൈ കൊടുത്ത് വാക്ക് പറഞ്ഞല്ലേ? തല പോയാലും ഞാൻ വാക്ക് മാറ്റില്ല. അതെനിക്കറിയാം. എന്നാലും ഒരു ഉറപ്പിന് വേണ്ടി ഈ വഴി പോയപ്പോൾ ഞാൻ ഇതിൽ കയറിയത്. അതിൻ്റെ ആവശ്യമില്ല. ആരാന്ന് വലിയ ഉറപ്പൊന്നുമില്ലെങ്കിലും എൻ്റെ ഉമ്മ പറഞ്ഞു കേട്ടത് എനിക്കൊരു ഒറ്റ വാപ്പേ ഉള്ളൂന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. കുടിക്കുന്ന വെള്ളത്തിൽ ഒരിക്കലും ഞാൻ മുഖം കഴിവില്ല. ഇതുപോലെ വീടിന്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ അന്വേഷിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പ്രസവിച്ചാലും ഇവിടെ പ്രസവിച്ചാലും പ്രസവം കഴിയുമ്പോൾ അവളെ നിങ്ങൾ പിടിച്ച് എൻ്റെ കയ്യിൽ തരും. പകരം ആ കൊച്ചിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. എന്താ പോരെ? മതി, അത് മതി. നിനക്കെന്തിനാണോ പെണ്ണിന്? ബാംഗ്ലൂരിൽ കൊണ്ടുപോയി വിൽക്കാൻ, അല്ലാതെ പിന്നെ എന്തിനാ? ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടാൻ നിൽക്കണ്ട. അറിയാലോ, എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയും ഒരേപോലെയാ. ഒരു പതിവ് ചോദ്യം ചോദിക്കട്ടെ? എന്തിനാണോ താൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? പതിവ് ഉത്തരം തന്നെ ഞാൻ പറയട്ടെ. അറിയില്ല. എന്താ എടാ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാ, നിനക്ക് പ്രേമനാടകം കളിക്കണമെങ്കിൽ അവളെ വിളിച്ചോണ്ട് പുറത്തു വരാൻ പോണമെന്ന്. വെറുതെ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ലേ? ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ നിന്റെ പെങ്ങൾ ഇന്നലെ പാതിരാത്രി എന്നെ കൊണ്ട് ചോറ് വാരി ഊട്ടിച്ചത്? ആ, നീ എന്തിനാണ് ചിരിക്കുന്നേ? ഒന്നുമില്ല. എടാ, നമ്മളൊക്കെ ആണുങ്ങളല്ലേ? അതൊക്കെ പോട്ടെ, ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ? ഇങ്ങനെ ഭാര്യയുടെ അടിമപ്പണി ചെയ്യാന്ന് വെച്ചാ നീ വേണമെങ്കിൽ ചെയ്തോ, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പക്ഷെ എന്റെ കാര്യം അതുപോലെയാണോ? എന്റെ അളിയ, ഈ ഭാര്യമാരുടെ മുന്നിൽ പോലീസൊന്നും പട്ടാളൊന്നുമില്ല. ഏത് നിമിഷവും നമ്മൾ യുദ്ധസന്നദ്ധരായിരിക്കണം. ഒരെണ്ണം ഞാനങ്ങ് വെച്ചെന്നുണ്ടല്ലോ. ഈ അളിയന്റെ ഒരു കാര്യം, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണോ മനസ്സിലാക്കാൻ? നിന്നെ പെടുന്നത് അതുപോലെ ചുമ്മാ തമാശക്ക്. നീ ഇവനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം കേട്ടോ. എത്ര വലിയ കോമഡി, ഞാൻ കൂടി കേക്കട്ടെ. ആ, അത് നീ സമയം പോലെ പൂജയോട് ചോദിച്ചാൽ മതി, അവള് പറഞ്ഞുതരും. ഓ, അത്ര വലിയ ഗതികേടൊന്നും എനിക്കില്ല. എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ദത്തേട്ടാ, ഈ ടിഫിനും കൂടി കൊണ്ടുപോ. ടിഫിനാ? കുറച്ച് ചോറും കറിയോ? ചോറും കറിയോ? എനിക്കൊന്നും വേണ്ട.
എന്നാ നീ ടിഫിൻ മാത്രം ആക്കണ്ട, വാട്ടർ ബോട്ടിലും കൊടുത്താ ഞാൻ അതും കരുത്തിയിട്ടുണ്ട് പോ. അത് വിളിക്കും. എന്റെ ആമി, ഞാൻ പോകുന്ന പള്ളിക്കൂടത്തിലേക്കൊന്നും അല്ല, SP ഓഫീസിലേക്കാ. അവിടെ എന്താ ആർക്കും വിശപ്പ് ദാഹമൊന്നും ഇല്ലേ? എന്റെ ആമി, ഞാൻ ഇതും തൂക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് കയറിച്ചെന്നാ കാണുന്നവർ എന്ത് വിചാരിക്കും? എന്തു വിചാരിക്കാനാ? വീട്ടില് സ്നേഹമുള്ള ഭാര്യമാരുണ്ടെന്ന് വിചാരിക്കും. ഇതൊന്നും വേണ്ടെന്നേ. ദത്തേട്ടാ, അതെ, എന്റെ ഭർത്താവിന്റെ ആരോഗ്യം നോക്കേണ്ടതേ എന്റെ ആവശ്യം. ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ദത്തേട്ടൻ ഇത് പിടിച്ചേ. ആമി, ഒന്നാമത് മഴക്കാല, 100 കൂട്ടം അസുഖങ്ങൾ ഓടി നടക്ക്. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിച്ച് ദത്തന്റെ വയറ് കേടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്നു മുതല് ദത്തേട്ടൻ വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ മതി. ശരി, വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അല്ല, ഇവന് നീ പൊതി കൊടുത്തു വിടുന്നില്ലേ? അവന് ഞാൻ കൊടുത്തോളാം. അയ്യോ, എനിക്കൊന്നും വേണ്ടേ, ഞാൻ മെസ്സിന്ന് എല്ലാം കഴിച്ചോളാവേ. ആന്തടാ, നിനക്ക് ഇവിടുത്തെ ഭക്ഷണം മടുത്തോ? വെറുതെ കുടുംബല ഉണ്ടാക്കലിയ ചെല്ലി. വൈകിട്ട് കാണാം. ഓ ആമി, എന്നാ ആമി, ശരി. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പോയിട്ട് വരാം. ശരി.